എന്തോ കത്തിക്കാനുള്ള എന്തോ കണ്ടന്റ് ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഹേമ സൊസൈറ്റിയിലെ ഗൈസ് രാവിലെ തന്നെ ഓട്ടോ റൈഡ് വിത്ത് കണ്ണാപ്പി. രാവിലെ ഒന്നും പറയാം. ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയാം. എന്നതേ പിന്നെ എന്നോട് പിണങ്ങിയ കാര്യം നീ അറിഞ്ഞായിരുന്നോ? നീ എന്നോട് പറഞ്ഞു പിണങ്ങിയെന്ന്. പിന്നെ എന്നോട് പിണങ്ങി. അപ്പം അജിൻ വന്നു. അപ്പത്തേക്ക് ഞാൻ ഒരു പ്രാവശ്യം ഫോൺ വിളിച്ചു, അവള് കട്ട് ചെയ്തു. അപ്പൊ ഞാൻ അതിന് മുമ്പ് അവൾ ഒരു പ്രാവശ്യം വിളിച്ച് പിണങ്ങി കഴിഞ്ഞിട്ട് അത് ഞാൻ എന്തൊക്കെയോ ചൊറിഞ്ഞിട്ടാണ് പിണങ്ങിയത്. അത് ഞാൻ കുറെ നേരം വിളിച്ചിട്ട് അവൾ എടുത്തില്ല. എന്നിട്ട് അവൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും ഫോൺ ഓൺ ആക്കി കഴിഞ്ഞപ്പോ എനിക്ക് മറ്റേ മെസ്സേജ് വരുമല്ലോ. അപ്പൊ ഞാൻ വിളിച്ചു കഴിഞ്ഞപ്പോ വിണ്ടി. അപ്പൊ കുറച്ചു നേരം വീണ്ടും എന്തൊക്കെയോ പറഞ്ഞോണ്ട് കഴിഞ്ഞപ്പോ വീണ്ടും പിണങ്ങി. അപ്പോഴാണ് നീ വന്നേ. നീ വന്നു കഴിയുമ്പോഴത്തേക്കും അവൾ എന്നെ തിരിച്ചു വിളിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങളുടെ സ്വകാര്യ ജീവിതങ്ങളിൽ നിനക്ക് എന്തിനു എന്തോ ഞാൻ അവളോട് പറഞ്ഞു. അപ്പൊ അവൾ എന്നോട് പിണങ്ങിട്ട് പോയി. അതാണ് അപ്പൊ കട്ട് ചെയ്ത് പോയേ. അപ്പൊ അത് കഴിഞ്ഞപ്പോ എന്നോട് പിന്നെ രാത്രിക്ക് നിനക്ക് എന്തെങ്കിലും അവൻ വന്നു കഴിഞ്ഞാൽ എന്നെ വേണ്ട. ഞാൻ പറഞ്ഞില്ല ഇവൻ എന്തോ ഒരു ചാഞ്ചാട്ടം ഉണ്ട് എന്റെ മേലേക്ക്. അത് കൊണ്ടാട്ടി വരെ എന്നോട് ചോദിച്ചു. അവൻ വന്നാറിനപ്പോഴത്തേക്കും ഞാൻ പിണങ്ങി കഴിഞ്ഞപ്പോ നീ എന്നെ തിരിച്ചു വിളിച്ചില്ല. ഞങ്ങൾ വൈബ് അത്രയ്ക്കും അടിപൊളിയാ അല്ലെ കണ്ണപ്പി? നേരെ ഇന്ന് മഴയിൽ മനോരമയിലാണ് ഷൂട്ട്. ഞങ്ങൾ രണ്ടാളുണ്ട്. അപ്പൊ പ്രോഗ്രാമിന് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് അറിഞ്ഞുകൂടാ. സത്യം. ഇപ്പൊ ഇവര് ഡാൻസ് ഒക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ ആവുമ്പോ സൂപ്പർ ആവും. ഞങ്ങൾ മഴവിൽ മനോരമ സ്റ്റുഡിയോക്കാണ് പോണേ. അവിടെ നിന്ന് ഷൂട്ട് ഉണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ എത്തിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം അല്ലേ? ഓക്കെ ഗൈസ്, മഴവിൽ മനോരമ സ്റ്റുഡിയോക്കാണ് എത്തി കേട്ടോ. എല്ലാരും ഞെട്ടും ഇങ്ങനത്തെ എൻട്രിയിലെ. അതാന്ന് തോന്നുന്നു. ഈ റൈറ്റ് ആട്ടോ, റൈറ്റ്. ഇവിടെ പൊതുവെ ഉണ്ടാവാറില്ല. ആരില്ലേ? സത്യം ഗൈസ്, ഇവിടെ ആരുമില്ല. ഞങ്ങൾ പെട്ടെന്ന് തോന്നുന്നു. ഞാൻ വിളിച്ചു നോക്കി ആരെങ്കിലും തോന്നുന്നു. എന്തായാലും ഇറങ്ങി നോക്കട്ടെ. ഓക്കെ. ഇവിടെ ആരുമില്ല ഗൈസ്, ഇവിടെ ആരുമില്ല. ഇവിടെ തന്നെ കേട്ടോ ഷൂട്ട്. മാറിയിട്ടൊന്നുമില്ല. കണ്ണാപ്പി വേറെ സ്റ്റോറിലേക്ക് വരുവാ. ആരാ മാളിക? പറഞ്ഞോ ധൈര്യമായിട്ട് പറഞ്ഞോ. ഇപ്പൊ നീ എന്നോട് പറഞ്ഞില്ല. സാധനം പറ. നമ്മൾ എന്ത് കണ്ടന്റാ പറഞ്ഞേ? എന്തോ കത്തിക്കാനുള്ള എന്തോ കണ്ടന്റ് ഉണ്ടെന്ന് പറഞ്ഞു. പറ. അത് കത്തിച്ചു. ഗൈസ്, ഇവള് തീരെ കോപ്പറേറ്റീവ് അല്ല. ഈ ടെന്റ് കാരണം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞാൻ വീഡിയോ എടുക്കാൻ മൊബൈൽ വെക്കുമ്പോഴത്തേക്കും ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുക. നീ എടുത്തോ. ഒരേ കണ്ടന്റ് ആവും. ഒരേ കണ്ടന്റ് അല്ലടാ. ഞാൻ ഇപ്പൊ കട്ട് ചെയ്യും. എന്താണെന്നറിയാമോ? ഒരേ ഡ്രസ് ഇട്ടിട്ട് ഇവനൊരു കണ്ടന്റ് എടുക്കും, ഞാൻ വേറെ എടുക്കും. എന്നിട്ട് നിങ്ങൾ ഒരേ കണ്ടന്റ് ആണ്. പക്ഷെ ഇന്നലെ പോസ്റ്റ് ചെയ്ത സെയിം കണ്ടന്റ് ആയി പോയി. അത് ഈ മണ്ടന് മാറിപ്പോയത്. എനിക്ക് മാറിപ്പോയത് ഗൈസ്. ഞാൻ ആ വീഡിയോ ഒഴിവാക്കിയായിരുന്നു ഗൈസ്. ഓട്ടോച്ചേട്ടൻ പിന്നെയും വന്നു. വേറെ ഒന്നുമല്ല, ഞാൻ ഫണ്ട് കണ്ടപ്പോഴേ ഞാൻ വേറൊരു ഐറ്റത്തിനെ കാണിച്ചതേ. ഒരു ആൺകുട്ടിയാണ്. കണ്ടാൽ ഒരു പെണ്ണ് ലുക്ക് ഉണ്ടെങ്കിലും ആൺകുട്ടിയാണ്. സബ്ജക്ട് മാറ്റി അല്ല, ഞാൻ സത്യം രണ്ട് യൂട്യൂബ് ആണല്ലോ. എടി ഞാൻ മൂപ്പര് പറഞ്ഞു. ആ ഓട്ടോച്ചേട്ടൻ പറഞ്ഞതേ ഞാൻ 300 296 കേട്ടത്. ഞാൻ 300 അയച്ചു. ശരിക്കും 400 രൂപയായിരുന്നു. 400 ആയിരുന്നു. പക്ഷെ ഞാൻ കൂട്ടി അയച്ചു. ഇപ്പം മൂപ്പര് വന്നതിനുള്ള എമൗണ്ട് അയച്ചു. പക്ഷെ അത് ഫെയിൽ ആയിപ്പോയി. എന്നിട്ട് പറയാൻ ഓട്ടോക്കാരൻ 400 രൂപയായി. ഫെയിൽ ആയതല്ല. ഞാൻ പറഞ്ഞു എന്താ സംഭവം. ഞാൻ സംഭവിച്ചാൽ പറഞ്ഞ എന്തിനാ നീ സ്വെറ്റാണെന്ന് ഫസ്റ്റ് പറ. എന്തിനാ സ്റ്റെപ്പ് കയറിയതല്ലേ? എല്ലാതും വീഡിയോ. ഞങ്ങളുടെ മനസ്സിൽ കള്ളവില്ല. അല്ല എന്റെ കൂടെ വണ്ടിക്ക് വന്ന ആരാ? ഈ കള്ളപ്പന്നിയാ. നീ മുഖം കാണിക്കും. വേറെ എവിടെയാ കാണിച്ചോണ്ട് വണ്ടിക്ക് വന്നോ? ഇവൻ എന്റെ കൂടെ വന്നു. അപ്പൊ ഇവന് ഉത്തരവാദിത്തല്ലേ പകുതി. ഇവൻ പൈസ കൊടുക്കാൻ പോയി കഴിയുമ്പോ ഞാൻ ഇവൻ പെട്ടിരിക്കാൻ വണ്ടി. ഇവൻ പറ്റിക്കുന്നു. ഞാൻ പറ്റിച്ചതല്ല, ഞാൻ കേട്ടത് അറിയതാ. എടോ, കള്ളത്തരമുള്ള ആൾക്കാരുടെ മനസ്സിലില്ലേ മുഴുവൻ വേർക്കോ ഇതൊക്കെ. 100 രൂപയിലായിരുന്നു. മൂപ്പര് പോയി വന്നിട്ടുള്ള ക്യാഷ് ഞാൻ അയച്ചു കൊടുത്തു. അത് മാന്യതല്ലേ? അത് മാന്യതല്ലേ? അങ്ങനെ ഞാൻ പുള്ളി പോയി വന്ന എന്തിനാ കള്ളത്തരം പിടിച്ചാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നാളെ ഇത്രയും ആൾക്കാർ. അതുകൊണ്ട് എക്സ്ട്രാ ഒരു 100 രൂപീസ് കൊടുത്തതോ മൂടാൻ വേണ്ടിട്ട്. സായി വിളിച്ചിട്ട് 300 രൂപ ഓട്ടോക്കാരന് കൊടുക്കാതെ പറ്റിക്കാന്ന് അയാളൊക്കെ രാവിലെ അയച്ചു കൊടുത്തു.
അത് അയാളായിരുന്നു. അയാളെ 500 രൂപ പറഞ്ഞിട്ട് ഇവൻ 300 രൂപ കൊടുത്തിട്ടേ നിങ്ങൾ എന്റെ ടീമാണോ എന്റെ ടീമാണോ? അവർക്ക് 300 രൂപ കൊടുത്തപ്പോ പുള്ളി ആ സൗണ്ട് കേട്ടുള്ളൂ. അപ്പൊ പുള്ളി ചെക്ക് ചെയ്തില്ല. കണ്ടു കഴിഞ്ഞാലേ 2 മാന്യം തോന്നുന്ന ആൾക്കാരാണല്ലോ, ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അല്ല മാന്യൻ ഞാനൊക്കെ സജഷനിൽ എടുക്കാൻ വിചാരിച്ചു. 2 മാന്യനാണെന്ന് പുള്ളി ചെക്ക് ചെയ്തില്ല. കുറച്ച് സത്യം ചേട്ടാ ഞാൻ അറിഞ്ഞില്ല അത്. ഞാൻ എന്താ പറയാ 300 രൂപ കേട്ടത്, അത് അയച്ചു കൊടുത്തു. നീയും കേട്ടല്ലേ? ഇനി ഇവൻ കരയും, ഇനി കരയും വേണ്ട വിടും. ഇനി എന്താ പറയാ, നീ കരയും. ഈ നാറി ഒരു പരിപാടി ഞാൻ കൂട്ടില്ല, നിർത്തി, ഇതോടെ നിർത്തി. ആ പിന്നെ ഒരു പരിപാടി ഒരു മര്യാദയൊക്കെ വേണ്ടടാ, ഒരു മര്യാദ. ഇനി കരയും വേണ്ട, കരയണ്ട. ഗൈസ് സത്യത്തിൽ നടന്നു വന്നാൽ മതിയായിരുന്നു. ഈ നാറിയെ കൂട്ടിയ പകരം വേറെ ഏത് നാറിയെ കൂട്ടിണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു. ഈ ക്യൂട്ട് ലിറ്റിൽ ബോയ് നല്ല കോസ്റ്റ്യൂം എടുത്ത് വന്നിട്ടുണ്ട്. അവൻ നല്ല കോസ്റ്റ്യൂം എടുത്തുണ്ടോ? അവൻ എന്നോട് ലോക്കൽ കോസ്റ്റ്യൂമാണ് ഷർട്ട് നല്ല പിങ്ക് കളർ, പർപ്പിൾ കളർ. അതൊക്കെയാണോ? അപ്പൊ കറക്റ്റ് ആണ്. മനുഷ്യരുടെ എങ്ങനെയാണ് അവൻ ഇടക്കിടക്ക് അവിടെ കൊണ്ടുവരാറുണ്ട്. അപ്പം ഞാൻ ഇവനെയും കൂട്ടിയ മതി. ഈ നാറി എന്നെ ചതിച്ചതാ. ഞാൻ ഓട്ടോക്കാരനെ അറിയാതെ മാറി കൊടുത്തു പോയതാ. പക്ഷെ നാറി കേട്ടോ, മഴവിൽ മനോരമ സ്റ്റുഡിയോയിലേക്കാണ് അവർ വന്നത്. എന്റെ കയ്യിൽ നിന്ന് തെറ്റ് പറ്റിപ്പോയി ഗായ്സ്. എന്താ പറഞ്ഞ നീ ഒന്നും കൂടി പറഞ്ഞ യൂട്യൂബിൽ പറ. ആൾക്കാരുടെ മുമ്പിൽ വെച്ച് പീഡിപ്പിക്കാതെ ഇങ്ങനെ പീഡിപ്പിക്കും. ഞാൻ കൈ പിടിച്ചു. മൈ ഗോഡ്, ഞാൻ ഹേമ സൊസൈറ്റിയിലെ ഹേമ സൊസൈറ്റി അല്ല, നമ്മളെ ഹേമ കമ്മിറ്റിക്ക് വിളിക്കും. ഞാൻ നോക്കുമ്പോ അവിടെ വേറെ അത് മിൽമ സൊസൈറ്റി. ഇവൻ പീഡിപ്പിക്കില്ല. രാവിലെ തന്നെ ഫസ്റ്റ് ഇവിടെ തൊട്ടു, ഇപ്പൊ ഇവിടെ തൊട്ടു. അതുകൊണ്ട് തന്നെ ഹേമ കമ്മിറ്റിക്ക് വിളിക്കും. കമ്മിറ്റി അല്ല നമ്മളെ കമ്മിറ്റി. ഒന്നുകൂടി പറഞ്ഞേ, ഹേമ കമ്മിറ്റി. ഞാൻ എന്നെ കണ്ട് പേടിച്ചു. എന്തിന്? നീ ഇങ്ങനെ എന്താണ്? പോവല്ലേ അപ്പൊ ഞങ്ങള് ഇവിടെ, ഇതാണ് ഞങ്ങളുടെ ഗ്രീൻ റൂം. ഗ്രീൻ റൂം എന്നല്ല പറയാ, ഗ്രീൻ റൂം. കണ്ടോ ഞാൻ എങ്ങനെ നന്നാവനാ? ഇതുപോലത്തെ വിവരം കെട്ടവനൊക്കെ എന്റെ കൂടെ ഉള്ളത്. ഞാൻ എങ്ങനെ നന്നാവനാ? അല്ല എല്ലാരും പറഞ്ഞേ എനിക്ക് അധികം വിവരമില്ല, ബുദ്ധിയില്ലാന്ന്. ഇവന്റെ കൂടെ നടക്കണേ. കൂടെ ഉള്ള എനിക്ക് കുറച്ച് വിവരം ഉണ്ടെങ്കിലല്ലേ ഞാൻ നന്നാവും. പിന്നെ പറഞ്ഞടാ, ഞാൻ ഡോക്ടേഴ്സിനെ കിട്ടില്ലാന്ന് കല്യാണം കഴിക്കാനേ. ഈ പൊട്ടനൊരു ഡോക്ടറെ കിട്ടി. അപ്പൊ എനിക്ക് എന്തായാലും ഡോക്ടറെ കിട്ടും കല്യാണം കഴിക്കാനൊക്കെ. അപ്പൊ നിങ്ങൾ അത് വെച്ച് കമ്പയർ ചെയ്ത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും നമ്മള് ഇതൊക്കെ നോക്കണമല്ലോ. ഇവന്റെ റൂട്ടിനനുസരിച്ച് നമ്മൾ പ്ലാൻ ചെയ്യണം. അതെ, ഇവന് കിട്ടി ഡോക്ടറിനെ. ഞാൻ പോയ പാതയിലൂടെയാണ് അഗ്നി. അതെ, അപ്പൊ എനിക്കും ശ്രമിച്ചാൽ ഒരു ഡോക്ടറെ കിട്ടാവുന്നുള്ളൂ അല്ലെ? മനുഷ്യൻ എന്താ പറയുന്നത്? ഉറപ്പായിട്ട് നമ്മൾ കൂടെയുള്ള ആൾ എങ്ങനെ പോകുന്നു അതിനനുസരിച്ച് നമ്മളും കൂടെ ട്രൈ നീ ശ്രമിച്ച നിനക്ക് 1 അല്ല 5-6 കിട്ടും. വേണ്ട, 1 മതി. അതെന്തിനാണോ 5-6 ഇവിടെ ഒന്നിനും സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞേ. അപ്പം ഇപ്പൊ ഞങ്ങളുടെ കൂട്ടത്തിൽ മനീഷയായിട്ടും ജോയിൻ ചെയ്തിട്ടുണ്ട് ഈ ഒരു പാത പിന്തുടരാൻ. പക്ഷെ ഡോക്ടറെ നോക്കിയാ പഴയ കാലത്തിലോട്ട് പോകും. ഡോക്ടറെ നോക്കിയാ ഭാര്യ വെട്ടുന്നതാണ്. അപ്പൊ ബാക്കി വിശേഷങ്ങളായിട്ട് ഞങ്ങൾ വരാട്ടോ. ഇനിയിപ്പോ കൂടുതൽ ചളി പറഞ്ഞിട്ടുള്ള ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട്. ഫുൾ ഒച്ചും ബഹളവും ഒക്കെ ആയിട്ട്. ഒന്നാമത് പിന്നെ ഒരു സ്റ്റാൻഡേർഡ് ഇല്ല. കൂടെ ഞങ്ങൾക്ക് കുറച്ച് രാവിലെ ഞാൻ കണ്ടു നിന്റെ സ്റ്റാൻഡേർഡ്. അത് മാറിപ്പോയത്, സത്യം മനുഷ്യൻ മാറിപ്പോയതാ. പൈസ കൊടുത്തത് ഞാൻ ഓൾറെഡി എന്റെ ബ്ലോഗിൽ ഞാൻ പറഞ്ഞതാ. അവര് നോക്കിയപ്പോ 2 മാന്യന്മാരെ പോലെ ഇരിക്കുന്ന 2 പയ്യന്മാരെ. അവരോട് പേയ്മെന്റ് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അയാൾക്ക് ഗൂഗിൾ പേയുടെ ഒച്ച വന്നു. സ്വാഭാവികമായിട്ട് ആ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അയാൾ ചെക്ക് ചെയ്യില്ല, അയാൾ പോയി. അയാൾ അങ്ങ് ചെന്ന് എവിടെയോ നോക്കിയപ്പോ മൊബൈൽ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് 100 രൂപ കൊടുത്തേക്ക് 500 രൂപ കൊടുക്കില്ല. 300 രൂപ കൊടുത്തു, 96 രൂപ കൊടുക്കാൻ മറന്നു. തിരിച്ചു വന്നു. 10,000 എന്നിട്ട് എക്സ്ട്രാ പേയ്മെന്റ് ഇട്ടു ഗൈസ്. ഞാൻ എക്സ്ട്രാ പേയ്മെന്റ് ഇട്ടു. അയാൾ തിരിച്ചു വന്നതിനുള്ള പേയ്മെന്റ് 96 രൂപ കൊടുക്കേണ്ടടുത്ത് അവൻ 97 രൂപ എക്സ്ട്രാ പേയ്മെന്റ് 150 രൂപ കൊടുത്തു ഞാൻ. ഗൈസ് എന്റെ നല്ല മനസ്സിൽ കാണണം. അത് കാണണം അവര് നല്ല മനസ്സ്. അവനെന്തെന്ന് അറിയുമോ, നല്ല കറക്റ്റ് നല്ല മനസ്സാ. കാരണം 2ാമത് പുള്ളിക്ക് ഒരു ഓട്ടം കൂടി കൊടുത്തു. അവൻ 50 രൂപ എക്സ്ട്രാ കൊടുത്തു. അവിടെ വരെ വന്നില്ലേ? 4 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 4 കിലോമീറ്റർ.
ഇത് വന്നിട്ട് കിളവന്മാർക്ക് ഞങ്ങൾക്ക് എന്താ ഞങ്ങൾക്ക് ഹേമൻ കമ്മിറ്റി കൊടുക്കണത് നീ എന്റെ മൂത്ത് തൊട്ടു അല്ലേ അല്ല ഇത് ഞാൻ ഒരു കാര്യം വെച്ചാലേ പറഞ്ഞോണ്ടിരിക്കുന്നവരുടെ കണ്ണിന്റെ അടി നോക്കി ഡാർക്ക് സർക്കിൾ അല്ല ഇത് പ്രശ്നമാട്ടോ വീഡിയോ വന്നു കഴിഞ്ഞാൽ ഏട്ടന് വെട്ടും എന്താ എനിക്കില്ല നിങ്ങളെ സീരിയലിൽ മാത്രമേ കൊടുക്കുള്ളൂ ഐസ്ക്രീമാണ് ഐക്രീമോ കൂടിപ്പോയി അപ്പൊ എവിടെയെങ്കിലും തേക്കണം അല്ലെങ്കിൽ കണ്ണട വെക്കണം ഇത് മിക്കവാറും അടിച്ചു പോകും തോന്നുന്നു. ഓക്കെ ഇത് ആക്ച്വലി ഞാൻ എടുത്തപ്പോ കൂടിപ്പോയി അപ്പൊ എവിടെയെങ്കിലും തേക്കണല്ലോ വേണം. എല്ലാരും സാധനം ടെസ്റ്റ് ചെയ്യാ നിങ്ങൾ വർക്ക് ചെയ്തിട്ടാണ് നമുക്ക് തേക്കാനല്ലേ. നല്ല കണ്ണ് പിന്നെ കണ്ണാപ്പിക്ക് ഒരു കൂൾ എഫക്റ്റ് ഉണ്ടല്ലോ. ഏത് കമ്പനിയുടെയാ? തോണു കൊറിയൻ കമ്പനി കൊറിയൻ ടച്ച് ക്രീമാ. കൊറിയൻ ടച്ച് ക്രീം ഇല്ലടാ. കണ്ണ് നീറുന്നുണ്ടോ അപ്പൊ ഇതിന്റെ? ഈ കണ്ണിന്റെ ആദ്യം ഇച്ചിരി പോയിട്ടുണ്ട്, ചെറുതായിട്ട് നീറുന്നു, കുറച്ചേ ഉള്ളൂ. നക്കി തുടച്ചോ. ഓട്ടോ വിളിച്ച് നാറുകയും ചെയ്തു. ഗായ്സ് കൂടെ നിന്ന് കുതികാലി വെട്ടുന്നത് കണ്ടിട്ടുണ്ടോ? ഇതാ ഈ രണ്ട് ടീമാട്ടോ എന്നോട് പറയാതെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഗായ്സ് ഞങ്ങൾ ഇവിടെ മേക്കപ്പ് ചെയ്യാൻ വന്നു, ഇവൻ അവിടെ വന്നിട്ട് കണ്ട പെമ്പിള്ളാരോട് ഇവിടെ പഞ്ചാര അടിച്ചോണ്ടിരുന്നു. ഇല്ല മനീഷേട്ടാ, നമ്മളിവിടെ ജോലിക്ക് പണിയെടുക്കാൻ വന്ന ആൾക്കാരാണ്. അതിനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് ഞങ്ങൾ വെച്ചു. നീ കൊറേ പോയി പഞ്ചാര അടിച്ചില്ലേ? ഫസ്റ്റ് സ്റ്റെപ്പ് ആര് വെച്ചു? നിന്നെ പിടിച്ചിരുത്തിയല്ലടാ നാറി മനുഷ്യട്ടാ. മറ്റേ ഡയലോഗില്ലേ കുന്തിരിക്ക് എനിക്ക് ഇഷ്ടമാ. പുകയ്ക്കരുത്. ബാക്കി അപ്ഡേറ്റ്സ് ആയിട്ട് പിന്നെ വരാം. ബൈ.